ഇക്കാര്യത്തിൽ ഒട്ടും നിരാശയില്ല. ഇതൊരു ആത്മവിശ്വാസത്തിന്റെ ബജറ്റാണ് എന്ന് പറയുന്നതിന്റെ കൃത്യമായ കാരണങ്ങളാണ് ഈ 58 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഈ ഇന്ററിം ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വാരിക്കോരിയുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ബജറ്റാണ് ഇന്ന് വന്നത്. കാരണം പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഫ്രീ ബീസ്, കിറ്റടക്കമുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സൗജന്യങ്ങൾ എപ്പോഴാണ് കൊടുക്കേണ്ടി വരിക? പ്രതിസന്ധിയിലാകുമ്പോൾ, ഭരണവിരുദ്ധ വികാരമുണ്ടാകുമ്പോൾ, ജയിക്കാൻ ഇതൊക്കെ കൊടുത്തേ പറ്റൂ എന്ന് തിരിച്ചറിയുമ്പോൾ, അങ്ങനെയുള്ളപ്പോഴാണ് പോപ്പുലിസ്റ്റ് ബജറ്റായി അത് മാറേണ്ടത്. അതിന്റെ സാഹചര്യം നിലവിലില്ല. നോക്കൂ, പ്രതിപക്ഷം, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഇനി യുണൈറ്റഡ് ആയി വന്ന് എതിർക്കാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഹാട്രിക്ക് തടയാനായിട്ടുള്ള ഒരു ശേഷിയുമില്ല. ആ ഘട്ടത്തിൽ എന്തിനാണ് പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങൾ? ഇതുവരെ നടപ്പാക്കിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നോട്ട് വെച്ചാൽ മതി, ജനം വന്ന് വോട്ട് ചെയ്യും. അതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആ ആത്മവിശ്വാസത്തിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ അടിസ്ഥാനങ്ങളാണ് ഇന്നത്തെ ബജറ്റിലുടനീളം എടുത്തു പറഞ്ഞത്. അതായത് പാവപ്പെട്ടവരെയും യുവാക്കളെയും സ്ത്രീകളെയും അന്നദാതാക്കളായ കർഷകരെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് ഞങ്ങളുടെ പദ്ധതികൾ. ഇത് ഇനി നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളും ആ രീതിയിലുള്ളതായിരിക്കും. അടുത്ത ജൂലൈയിൽ തങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന സമ്പൂർണ്ണ ബജറ്റ് അത് വലിയ പ്രഖ്യാപനങ്ങളുള്ള ബജറ്റ് തന്നെയായിരിക്കും. അത് ഈ 4 ജാതികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഇന്ററിം ബജറ്റിൽ അവതരിപ്പിക്കേണ്ട ആവശ്യകതയില്ല. പീയൂഷ് ഗോയൽ 2019 ഇടക്കാല ബജറ്റ് അതൊരു സമ്പൂർണ്ണ ബജറ്റ് തന്നെയായിരുന്നു ഇൻഫാക്ട്. അപ്പോൾ ആ ഒരു ബജറ്റിലേക്ക് പോകേണ്ട സാഹചര്യം 2024 നരേന്ദ്രമോദിക്ക് ഇല്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ രണ്ടാം മോദി സർക്കാരിനില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കുന്ന പുതിയ സർക്കാർ ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നതുവരെ അവശ്യ സേവനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഒരു താൽക്കാലിക സാമ്പത്തിക പദ്ധതി, ആ രീതിയിൽ ഈ വോട്ട് ഓൺ അക്കൗണ്ട്, ഈ ഇന്ററിം ബജറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമാണെന്നാണ് എന്റെ വിലയിരുത്തൽ. കാരണം സാമ്പത്തിക വളർച്ചയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. ആ സാമ്പത്തിക വളർച്ചയിലേക്ക് നീങ്ങുന്നതിനായി പല തലക്കെട്ടുകളിൽ മാറ്റിവെക്കുന്ന എമൗണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ, ആദായ നികുതി പരിധിയിൽ ഒരു മാറ്റവുമില്ല. ഫിസ്ക്കൽ ഡെഫിസിറ്റ് അത് 4.5% താഴേക്ക് 2026 എത്തിക്കുക, അതാണ് ലക്ഷ്യമിടുന്നത്. 2026 പ്രൊജക്ഷൻ, 4.5 എത്തിക്കുക. നേരത്തെ സർ പറഞ്ഞതുപോലെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ 5.1 എന്നുള്ളതാണ്, ധനക്കമ്മി കുറയ്ക്കുന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദി ലക്ഷദ്വീപിലെ ബീച്ചിൽ വെറുതെ പോയി കസേരയിട്ടിരുന്നതല്ല, മാലദ്വീപിനെ പ്രകോപിപ്പിച്ചതല്ല. ലക്ഷദ്വീപിനായിട്ടുള്ള ഒരു ബിഗ് ഇൻഫ്രാസ്ട്രക്ചർ പുഷ് നമ്മൾ ഈ ഇടക്കാല ബജറ്റിൽ കാണണം. അടുത്ത സമ്പൂർണ്ണ ബജറ്റ് ആകുമ്പോഴേക്കും അവിടുത്തെ സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ടൂറിസം വികസനം എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപിത ലക്ഷ്യമായി ഇന്ററിം ബജറ്റിൽ കൃത്യമായുണ്ട്. അതിന്റെ സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന മറ്റൊരു ഹെഡ് അതും ഈ ബജറ്റിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇനി അങ്ങോട്ട് ഫോക്കസ്. പിന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ, വന്ദേ മെട്രോ, റെയിൽ സാഗർ തുടങ്ങി കേരളത്തിന് ഗുണകരമാകുന്ന പദ്ധതികളുമുണ്ട്. അതിന് അശ്വിനി വൈഷ്ണവ് ഈ ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 2744 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതിനെക്കുറിച്ച്. അത് UPA കാലത്തേക്കാൾ 7 മടങ്ങ് അധിക വിഹിതമാണ്. കേരളത്തിൽ 35 അമൃത് സ്റ്റേഷനുകളും 92 മേൽപ്പാലങ്ങളും പുതുതായി അനുവദിച്ചു എന്നതും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ സാധാരണ ട്രെയിൻ കോച്ചുകളെ 40,000-ഓളം കോച്ചുകളെ വന്ദേ ഭാരതിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ നമുക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പ്രയോജനം കിട്ടും. ട്രെയിൻ യാത്ര മെച്ചപ്പെടും. വിമാനത്താവളങ്ങളുടെ എണ്ണം, അതായത് യാത്ര, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ ഇതിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ പറയാതെ പോയ ഒരു കാര്യം, ഈ മേൽക്കൂരകളിലെ സൗരോർജ്ജ പദ്ധതി നയപ്രഖ്യാപനത്തിൽ മാത്രമല്ല ഇന്ററിം ബജറ്റിലും രാമക്ഷേത്രം കടന്നു വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. രാമക്ഷേത്രം എന്ന വാക്ക് അതിൽ ഉപയോഗിച്ചു. അതെ, ഇലക്ഷൻ അജണ്ട റെഫറൻസ് കൃത്യമായി ഈ ബജറ്റിൽ കാണാം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പോയിന്റ്. സൗരോർജ്ജ പദ്ധതിയിലൂടെയുള്ള ഓരോ കുടുംബത്തിനും 18,000 രൂപ വരെ പ്രതിവർഷം സമ്പാദിക്കാം എന്ന ഒരു പൊതിഞ്ഞു പറച്ചിലിനുള്ളിലൂടെ പറയുന്നു. ഈ പദ്ധതി പ്രഖ്യാപിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നിർവഹിച്ച ചരിത്ര ദിനത്തിലാണ്. അപ്പോൾ ആ ചരിത്ര ദിനം എന്നുള്ളത് അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ ഒരു പോൾ പ്രോമിസ് ഡെലിവറി ചെയ്തവർ ഇനി ഈ ബജറ്റിൽ കൂടുതലായി ഫ്രീ ബീസ് ഒന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ടെക്കീസ്, യുവാക്കൾ അല്ലെങ്കിൽ ടെക്കീസിനെയൊക്കെ നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ജൂലൈയിൽ വരാൻ പോകുന്ന സമ്പൂർണ്ണ ബജറ്റിൽ അവർക്കായിട്ടുള്ള പ്രഖ്യാപനങ്ങളും കുറേയേറെ ഉണ്ടാകും എന്നതിന്റെ സൂചന ഈ ബജറ്റിലുണ്ട്. ഒന്നും പറയാതെ പോയിട്ടില്ല. 1 ലക്ഷം കോടിയുടെ പലിശരഹിത ലോൺ, 50 വർഷത്തേക്കുള്ള 1 ലക്ഷം കോടിയുടെ പലിശരഹിത ലോൺ, അത് ദീർഘകാല ഫൈനാൻസിങ്, റീഫൈനാൻസിങ്, ആ 2 ഓപ്ഷൻ വഴിയാണ്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയ്ക്ക്, ടെക്നോളജി മേഖലയിലുള്ള ഗവേഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയുടെ ഒരു തുടക്കം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നു. പിന്നെ ഒരു കാര്യം കൂടി,
നേരത്തെ ഞാൻ ലക്ഷദ്വീപിനെ കുറിച്ച് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം. കുറേ കണക്കുകളും അല്ലെങ്കിൽ കുറേ ഇൻഡെക്സുകളും ഒക്കെ വെച്ച് നമ്മൾ സംസാരിക്കുമല്ലോ. IMF-നെയും കോട്ട് ചെയ്യാറുണ്ട്. IMF-ന്റെ പ്രൊജക്ഷനും 6.5 ഗ്രോത്ത് ആണ്. അത് 2024-ലും 2025-ലും. അല്ലാതെ ഇന്ത്യയുടെ ഗ്രോത്ത് കീഴ്പോട്ടാണെന്നുള്ളത് വെറും പ്രചാരണം മാത്രമാണ്. അത് ലോകത്തെ കാണിക്കാനുള്ളതാണെങ്കിൽ IMF മറ്റ് രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ഗ്രോത്ത് റേറ്റ് 3.1% എന്ന് പറയുന്നത് IMF-ന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റിൽ 7.3% ആണ് ടോട്ടൽ ഗ്രോത്ത് റേറ്റ്. അതിൽ കാർഷിക ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് അറിയാമോ? 1.8% ആണ്. കാർഷിക വളർച്ച കീഴ്പോട്ടാണ്. 1.8% എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്ക്. Meet the editors.